നന്ദിനി, നന്ദിനി, ഞാനാ മോളെ വന്നിരിക്കുന്നത്. എന്നെ ഒന്ന് നോക്കുന്നേ നന്ദിനി. നന്ദിനി, അയ്യോ, ആദ്യം ഇവിടെ നിന്ന് പോയേ. നന്ദിനി, നന്ദിനി, നന്ദിനി അകത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവള് പുറത്തു വരേണ്ടതായിരുന്നു. എന്റെ പൊന്നുമോൾ എന്താ പുറത്തു വരാത്തെ? നന്ദിനി, 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 പോകാൻ. എന്ത് ചെയ്യാൻ? ആ വേപ്പ് മരത്തിലാന്നല്ലേ പറഞ്ഞു? അതിലല്ലായിരുന്നു തമ്പുരാനെ, അപ്പുറത്തെ മാവിലായിരുന്നു. അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അവരോട് ഈ പറമ്പ് മുഴുവനും വൃത്തിയാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് തമ്പുരാൻ. ആ ശരി, എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ പറ. ശരി തമ്പുരാനെ. അയ്യോ നന്ദിനി, ഇത് ഞാനാ മോളെ. അയ്യോ, രാജശേഖരനെ കണ്ടില്ല, കാര്യം അദ്ദേഹം പെട്ട പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നന്ദിനി, 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 ഇറങ്ങി വാ മോളെ. പറയുന്ന കേക്ക്. പോയിക്കോ അവിടുന്ന്. ഇറങ്ങി വാ. പോയിക്കോ. പോകാനാ പറഞ്ഞേ. ഇവിടെ നിൽക്കണ്ട. പോ. തമ്പുരാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പോകാനാ പറഞ്ഞേ. അദ്ദേഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്തുക? തമ്പുരാൻ കണ്ടല്ലോ. നീ എന്തിയാ പുറത്തു വരാത്തത്? കള്ളൻ, 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 കള്ളൻ. അച്ഛാ, കള്ളനെയാണ്. കള്ളനാ, കള്ളൻ. ഇയാളാ അച്ഛാ. അച്ഛാ, പിടിക്കാവനെ. എടാ നിക്കടാ, അവിടെ നിക്കാൻ. നിക്കടാ അവിടെ. മോളെ ഗംഗേ, അവൻ കള്ളനാണെന്ന് നിനക്കെങ്ങനെയാ മനസ്സിലായത്? അതച്ഛാ, ഞാൻ വെള്ളം കൊടുത്തപ്പോ അയാൾ എന്റെ കഴുത്തിൽ തന്നെ തുറച്ചു നോക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അയാളുടെ കൈ എന്റെ കഴുത്തിന് നേരെ കൊണ്ടുവന്നച്ചാ. ഞാൻ പേടിച്ചു പോയി. ഞാൻ പേടിച്ച് നിലവിളിച്ചപ്പോ അയാൾ ഓടാൻ ശ്രമിച്ചു. അപ്പോഴാ നിങ്ങൾ വരുന്നേ. എന്താ ഇത്? കള്ളനെയാണോ ജോലിക്ക് വിളിച്ചോണ്ട് വരുന്നത്? അത് പിന്നെ കടന്നലിനെ പേടിച്ച് മുഖം മൂടിയിട്ടാ ഞങ്ങൾ പണിയെടുത്തോണ്ടിരുന്നത്. അവന് ഞങ്ങളെപ്പോലെ മുഖം മൂടിയിരുന്നത് കൊണ്ട് കള്ളനാണെന്ന് മനസ്സിലായില്ല. ക്ഷമിക്കണം തമ്പുരാനെ. ശരി ശരി, ജോലി ചെയ്തതൊക്കെ മതി. ഇപ്പൊ പോ, നാളെ വന്ന് കൂലി മേടിച്ചോ. ശരി തമ്പുരാനെ. ശരി തമ്പുരാനെ. പോ. എന്താ മണികണ്ട, അവനെ പിടിക്കാൻ പറ്റിയില്ലേ? ഇല്ല തമ്പുരാനെ, അവൻ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ഈ കള്ളന്മാരൊക്കെ ഏത് വേഷത്തിലാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. മോളെ, നീ കുറച്ചുകൂടെ സൂക്ഷിക്കണം. മണികണ്ട, വാ പോവാം. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? മറ്റുള്ളവരെ കള്ളനെന്ന് വിളിക്കാൻ നിനക്കെന്ത് യോഗ്യത? നീ എത്ര വലിയ കള്ളനാണെന്ന് തീർച്ചയായും ഈ ലോകം ഒരു നാൾ തിരിച്ചറിയും. അറിയിക്കും ഞാൻ. ഹലോ ഡോക്ടർ, ഇപ്പോഴും ഉറങ്ങാതിരിക്കുവാണോ? സാരില്ല ഡോക്ടർ. മോക്ക് എങ്ങനെയുണ്ട്? ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാൻ നോക്കാം. ഈ പേഷ്യന്റിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടോ? വന്നു ഡോക്ടർ. എങ്ങ് തരൂ. ഹെഡിന്റെ എക്സ്റേ കിട്ടിയോ? മാം, നിങ്ങളുടെ മോള് ഭാഗ്യവതിയാ. കഴിഞ്ഞ തവണ ഞാൻ റിപ്പോർട്ട് നോക്കിയപ്പോ വളരെ സ്ലോ ആയിട്ടുള്ള റിക്കവറിയാണ് കണ്ടത്. അതുകൊണ്ടാണ് അസുഖം എപ്പോൾ പൂർണ്ണമായിട്ട് ഭേദമാവുമെന്ന് എനിക്ക് പറയാൻ കഴിയാതിരുന്നത്. പക്ഷെ ഇത്തവണത്തെ റിപ്പോർട്ടിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് തന്നെ ഇതൊരു വലിയ സർപ്രൈസാ. അതിങ്ങ് തരൂ.
ഇനി 2-3 ദിവസത്തിനുള്ളിൽ അവള് കോൺഷ്യസ് സ്റ്റേജിലെത്തും. അപ്പൊ അവള് നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരൂ ഡോക്ടർ? ഓഫ് കോഴ്സ്, എത്രയും പെട്ടെന്ന് അവള് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ അമ്മയെന്ന് വിളിക്കുകയും ചെയ്യും. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ആ എന്തായാലും ഡോക്ടർ വന്ന് കണ്ടിട്ട് എന്താ പറഞ്ഞേ? ധർമ്മേട്ട, മായയെ പറ്റി ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്ത് സന്തോഷ വാർത്ത? മായക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അവള് പരിപൂർണമായിട്ട് എപ്പോ റിക്കവർ ആവുമെന്ന് പറയുന്നില്ലല്ലോ. അതാ ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്. അത് ശരി, എന്താ പറഞ്ഞത് കേക്കട്ടെ. അവൾക്കിപ്പോ നല്ല മാറ്റം ഉണ്ടെന്ന്, ഇനി പെട്ടെന്ന് തന്നെ ബോധം തെളിയുന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? അവളുടെ മാനസിക നിലയൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. ഇപ്പഴാ സമാധാനം ഇതില്ലേ? ഈ സന്തോഷം ഇന്ന് ഞാൻ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. എടാ മുരളി, മുരളി എന്താ? എടാ, നിന്റെ അമ്മ വിളിച്ചിരുന്നടാ. നമ്മുടെ മായമോളുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. നേരാണോ? ഇത് നമുക്ക് ആഘോഷിക്കണോടാ. പിന്നല്ലാതെ ഞാൻ ഇപ്പൊ തന്നെ അറേഞ്ച് ചെയ്യാം. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പുറ്റിന്റെ അടുത്ത് ചെന്ന് ഞാൻ എപ്പ നന്ദിനി എന്ന് വിളിച്ചാലും ഉടനെ ഉള്ളിൽ നിന്ന് അവളുടെ ശബ്ദം കേൾക്കുമായിരുന്നല്ലോ. പക്ഷേ ഇന്നൊന്നും കേട്ടിട്ടില്ല. അവൾക്കത് ഇഷ്ടപ്പെടില്ല. അവൾക്കത് ഇഷ്ടപ്പെടില്ല. പുറ്റിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം വീണ നന്ദിനി അത് ഉടനെ തന്നെ പുറത്തേക്ക് വലിച്ചെറിയേണ്ടതാ. പക്ഷെ ഇത്തവണ ആ പെണ്ണെറിഞ്ഞ കല്ല് പുറ്റിനകത്ത് വീണിട്ടും അത് തിരികെ വന്നില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോ ഉള്ളിൽ നന്ദിനി ഉണ്ടോന്ന് പോലും സംശയിച്ചു പോവാ. അപ്പൊ നന്ദിനി അകത്തില്ലെങ്കിൽ വെളിയിൽ വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അവളെങ്ങനെയാ അപ്പോ വെളിയിൽ വന്നത്? വെളിയിൽ വന്നെങ്കിൽ ഇപ്പൊ അവൾ എവിടെയാ? അവള് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് കൊട്ടാരത്തിന് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ എന്താ അങ്ങനെ സംഭവിക്കാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നന്ദിനിക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ലല്ലോ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എന്നെ നീ തടഞ്ഞില്ലേ? ഇപ്പോ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ നീ എന്റെ ജീവൻ ബാക്കി വെച്ചത്? നീ എങ്കിലും എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേ. ഈ പെട്ടിക്കുള്ളില് ഇനി എത്ര കാലം നീ ഒളിച്ചിരിക്കാൻ പോകുന്നത്? ഈ പെട്ടിക്കുള്ളിലാണ് ഞാൻ നിന്റെ ഫോട്ടോ വെച്ചിരുന്നേ.
അതെവിടെ പോയി? എനിക്ക് ഏകത്തോടെ നീ മാത്രമായിരുന്നു. ഇപ്പൊ നീ എന്നെ വിട്ടുപോയോ? എവിടെയാണെങ്കിലും നീ പുറത്തു വാ, പുറത്തു വാ, എന്റെ അടുത്തേക്ക് വാ. എവിടെയാ നീ? എവിടെയാ നീ? എവിടെയാ ഓടിച്ചിരിക്കുന്നേ? വാ. എവിടെയാ നീ? എവിടെയാ? എവിടെയാ? അയ്യോ. പെട്ടിക്കുള്ളി വെച്ചിരുന്ന ആ ഫോട്ടോ ഇപ്പൊ കാണുന്നില്ലെങ്കിൽ അതാരോ തീർച്ചയായും മോഷ്ടിച്ചതാ. അതിന്റെ വില അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും അതിവിടുന്ന് മോഷ്ടിച്ചത്. അതിന്റെ വില അറിയാവുന്നത് എനിക്കും നന്ദിനിക്കും മാത്രമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നന്ദിനി ഇവിടെ വന്നിട്ടുണ്ടാവണം. അവളായിരിക്കണം ആ ഫോട്ടോ ഇവിടുന്ന് എടുത്തോണ്ട് പോയിരിക്കുന്നത്. എടാവേ, മായക്കിനി ഒരു പ്രോബ്ലം ഇല്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷമായത്. നോക്കിയിരിക്കാൻ അങ്ങോട്ട് ഒഴിക്കണ വെള്ളം അധികം ഒഴിക്കണ്ട, ഉള്ള വീര്യം കളയാനായിട്ട്. വേണ്ട. ആ മണിയാണ് സാറേ, വാതെ ഇങ്ങോട്ട് വന്നിരിക്കേ. വേണ്ട സാറേ. താനായിട്ട് വന്നിരിക്കുന്നു. ഞാൻ പിടിച്ചു സാറേ, ഞാൻ അങ്ങനെ വഴിക്കുവാ. അതന്നെ ഇരിക്കെങ്കിലേ ഒഴിക്കടാ. ഒഴിച്ചു വച്ചിരിക്കല്ലേ. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇത് മണിയണ്ട, ഓ. എന്റെ മഹമോള് 2-3 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് വരുള്ളൂ. ഞങ്ങൾ ആ സന്തോഷം ഒന്ന് ആഘോഷിക്കുക. താനും ഈ സന്തോഷത്തിൽ പങ്കുചേരണം. ഒഴിക്കടാവേ. വേണ്ട സാറേ, എന്റെ മോള് വഴക്ക് പറയും. അവള് വഴക്കൊന്നും പറയില്ലെന്നേ. അന്ന് കുടിച്ചിട്ട് തനിക്ക് എന്താ വല്ല പ്രശ്നം ഉണ്ടായോ? അതല്ല സാറേ, ഇപ്പൊ അന്നത്തെ പോലെ അല്ലല്ലോ. അത് ശരി. അന്ന് തന്റെ മോൾക്ക് കല്യാണം നടക്കാൻ പോകുന്നുള്ള സന്തോഷത്തിലാണ് തന്റെ കൂടെ ഞങ്ങൾ എല്ലാം ചേർന്ന് കുടിച്ചത്. ഇപ്പൊ എന്റെ മായമോളുടെ അസുഖം മാറിയ സന്തോഷത്തിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് 2 അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. വേണ്ട സാറേ. എടാ, ഈ മണികണ്ഠൻ ഇപ്പൊ നമ്മളോട് കുടിക്കാത്തതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ? അന്ന് ഇദ്ദേഹം നമ്മുടെ കൊട്ടാരത്തിലെ അനുസരണയുള്ള വേലക്കാരനായിരുന്നു. ഇപ്പോഴോ ഇദ്ദേഹം ഈ കൊട്ടാരത്തിലെ ബന്ധുക്കാരനല്ലേ? അപ്പൊ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഞങ്ങളോട് ക്ഷമിക്കണം മുതലാളിയെ. ദൈവം ഇതിങ്ങനൊന്നും പറയല്ലേ. ഞാനിപ്പോഴാ പഴയ മണികണ്ഠൻ തന്നെ. അയ്യോ, ആണോ? ഞാനിപ്പോ നിങ്ങളുടെ കൂടെ നിന്ന് കുടിക്കണം, അത്രല്ലേ ഉള്ളൂ. അല്ലാതെ ഒഴുക്കി പോയി. ഈ വീടിനകത്ത് നശിച്ച പാമ്പ് കയറിയതാ ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ എന്റെ മോക്ക് ഇങ്ങനൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. അങ്ങനെ പറയാ. ആ പാമ്പ് കാരണം നമുക്കൊരു നന്മ ഉണ്ടായിട്ടുണ്ട്. അതെന്ത് നന്മയാടാ? എന്റെ അച്ഛ, ആ പാമ്പ് കാരണമല്ലേ നമ്മുടെ മായമോളുടെ അസുഖം മാറിയത്. അപ്പൊ നമ്മുടെ ഈ സന്തോഷത്തിന് ആരാ കാരണം? അപ്പൊ നമ്മള് പാർട്ടി കൂടെ ആരുടെ കൂടെ വെച്ചാ പാമ്പിന്റെ കൂടെ അല്ലേ? അത് നല്ല ഐഡിയ. ആഘോഷിക്കണോടാ. പാമ്പിന്റെ കൂടെ എങ്ങനെയാ പാർട്ടി വിടാൻ പറ്റും? എന്താ പറ്റാത്തെ? എന്റെ മോനെ കുറിച്ച് താൻ എന്താണോ വിചാരിച്ചേ? വാങ്ങലേ നടക്കങ്ങോട്ട്. അത് വാങ്ങലേ. വേണ്ട,
കണ്ടു പഠിച്ചു പാമ്പിന് എങ്ങനെയാണ് ബോൾ കൊടുക്കുന്നത്. ഈ മനുഷ്യൻ വെള്ളം ഒഴിച്ച പാമ്പാവുള്ളൂ, പക്ഷെ പാമ്പ് വെള്ളം ഒഴിച്ചാൽ മനുഷ്യരാവുന്ന എനിക്കറിയില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചോളാം. കൊടുക്കണ അങ്ങോട്ടൊരു തനിക്ക് ഗ്ലാസ് തരാം. ഇപ്പൊ പാമ്പ് കുടിക്കട്ടെ, നീ ഒഴിക്കണേ. മണിയന്റെ വെറുതെ പ്രശ്നം അവിടെ നിക്ക് മോനെ നീ അതൊന്നും മോനെ പറയുന്ന കേക്ക് മോനെ, അത് തെറ്റാണ് മോനെ, അങ്ങനൊന്നും ചെയ്യില്ല മുരളി, അത് ദോഷമാ മോനെ. എന്താ മോനെ മുരളി, വിട് മോനെ, വേണ്ട മോനെ, മോനെ വേണ്ട മോനെ. കൊടുക്ക് ബാബേ. അച്ഛ പാമ്പ് പാമ്പായി. കൊടുക്കണ ശരിക്കും കൊടുക്കട്ടെ. പാമ്പും പാട്ട് അലപ്പാക്കലോട് ഒന്നും വാങ്ങുന്നത്. പാമ്പ് സന്തോഷിക്കട്ടെ. വേണ്ട മോനെ മുരളി, വേണ്ട വേണ്ട, അരുത് മോനെ, മകൻ പാവാ ഇത് മോനെ, ദോഷമൊന്നും ചെയ്യില്ല മോനെ. മുരളി ഒന്ന് പറയുതാറേ, മോനോടൊന്ന് പറയുതാറേ. അയ്യോ മോനെ വേണ്ട മോനെ മുരളി. എന്തായാലും ബാബിന് കോള്. എന്തൊക്കെ ചെയ്യുന്നേ, എന്ത് കഷ്ടമായത്. അയ്യോ ആരൊക്കെ പോലെ ഇവിടെ അനുഭവിച്ചോണ്ടിരിക്കുക മോനെ. ഇനി ഈ പാവം കൂടെ വലിച്ച് തലേ കയറ്റണം. വേണ്ട മോനെ, അയ്യോ സർക്കാർ ചെറിയൊരു കാര്യമല്ല മോനെ. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വാ, ഇത് വലിയൊരു പ്രശ്നം. വേണ്ട. പ്രശ്നോ? എന്നാ ഈ പാമ്പിനോട് പറ എന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാകും. നമ്മളെല്ലാരും ഇപ്പൊ ഒരു വർഗക്കാർ. പാമ്പ് മണിയണ്ട, ടച്ചിങ്സ് ഒന്നും ഇല്ലാതെ അടിച്ചുകൊണ്ടേ ഒരു ഗൂമിലിട പോയി. ലക്ഷ്മിയോട് പറഞ്ഞിട്ട് ഒരു ചിക്കൻ 75 റെഡിയാക്കി വേഗം കൊണ്ടുവരാ. നന്നായിട്ട് കുരുമുളക് ഇടാൻ അയ്യോ പറഞ്ഞു. ഞാൻ കുടിച്ച പിന്നെ കൊട്ടാരത്തിൽ കയറാറില്ല. ലക്ഷ്മിയോട് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങളോടെ കുടിച്ച എന്റെ തെറ്റാ. അങ്ങനെ വിടന്നെ ഓ, പോവാങ്കിലേ. ഇനി ഒന്നും പറയണ്ട, എന്റെ രണ്ട് ലാർജ് എനിക്കൊന്നും കേക്കണ്ട. നമ്മള് പാമ്പിനൊന്ന് സൂപ്പിക്കാന്ന് കരുതിയപ്പോ ഇങ്ങനെ തന്നെ പാമ്പിന്റെ മാതിരി ചീറ്റി കൊണ്ടുപോകുന്നത്. എടീ ലക്ഷ്മി, ലക്ഷ്മിയെ ചിക്കൻ 75 പെട്ടെന്ന് പാടി. വാഴ മോനെ, വന്നടാ ടച്ചിങ്സ് വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നിനായിട്ട് പിടിപ്പിക്കാം. അച്ഛായി ഒഴുകി ഞാൻ വളയ്ക്കാൻ നോക്കിയ പെണ്ണ് ഇപ്പൊ എന്നെ വളയ്ക്കാൻ നോക്കുന്നു. ഇന്ന് ഇത് ഞാനൊന്ന് ആഘോഷിക്കും. ചിക്കനൊക്കെ അവിടെ നിക്കട്ടെ. അച്ഛാ ഉറങ്ങിപ്പോയാ? ഉമ്മ ലവ് യു അച്ഛാ. ഇപ്പൊ വരാട്ടാ.
നല്ല തണുപ്പുണ്ടായിട്ട് ഇവളെന്താ ഇങ്ങനെ വിയർക്കുന്നേ? എന്താന്നും മിണ്ടാത്ത നാണിച്ചിട്ടാണോ? നാളൊക്കെ ഞാൻ ഇപ്പൊ മാറ്റിത്തരാം.